ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ, ഒരു 6ഓളം പോയിന്റ്സുകൾ ഞാൻ പബ്ലിക്സിലേക്കും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വെണ്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശദീകരിച്ച് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു RR പവർ സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് നമ്മുടെ മുൻ മന്ത്രിയായ AK ബാലൻ സാറിന്റെ വീട്ടിൽ ഒരു 7 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് സോളാർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മുടെ RR പവർ സൊല്യൂഷന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ 7 കിലോ വാട്ടിന്റെ സോളാർ പാനൽ ചെയ്ത ഒരു സൈറ്റാണിത്. നമ്മളിവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സോളാറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഏകദേശം സ്പെസിഫിക്കേഷൻസും ഏകദേശം ഉള്ള ഒരു റേറ്റ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. സോളാർ പാനലിൽ തന്നെ തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ 7 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ സോളാർ പാനൽ പറയുന്നുണ്ടെങ്കിൽ ഇത് UTLന്റെ 535 വാട്ട്സ് മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ സോളാർ പാനലാണ്. 13 പാനൽസ് വരുന്നുണ്ട്. 535ന്റെ ബൈഫേഷ്യൽ പാനൽ 13 പാനൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബൈഫേഷ്യൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ സാധാരണ പാനൽ പോലെയല്ല. സാധാരണ പാനലുകളിൽ മുകൾ ഭാഗത്ത് നിന്ന് മാത്രമാണ് പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളൂ. ഇതിന്റെ താഴ്ഭാഗത്ത് ഈ ഭാഗത്ത് കൂടി ഇതിന്റെ സോളാർ സെൽസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ മുകൾ ഭാഗത്തും അതിന്റെ ബാക്കി വരുന്ന അബ്സോർപ്ഷൻ കാര്യങ്ങളും കൊണ്ട് താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് ലഭ്യമാവും. ഇപ്പോൾ മാർക്കറ്റില് പോളിക്രിസ്റ്റലൈൻ, മോണോക്രിസ്റ്റലൈൻ, ഹാഫ് കട്ട്, ഫുൾ കട്ട് തുടങ്ങി ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയൊരു ബൈഫേഷ്യൽ ടെക്നോളജി ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. ഒരു ബൈഫേഷ്യൽ സോളാർ പാനൽ ആകുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ താഴ്ഭാഗത്തും അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവും. മുകൾ വശത്തെ സെല്ലുകളിൽ കിട്ടുന്ന അത്രയും ഒരു പ്രൊഡക്ഷൻ താഴ്വശത്തെ സെല്ലുകളിൽ ഉണ്ടാവണമെന്നില്ല. താഴ്ഭാഗത്തെ സെല്ലുകളിൽ അതിന്റെ ബാക്ക് സൈഡിൽ അടിയത്തെ സെല്ലുകളിൽ തട്ടുന്ന ഒരു ലൈറ്റിനെ കൂടി ഇത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതാണ് ഇത്തരം പാനലുകളുടെ ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ 535 വാട്ട്സിന്റെ ബൈഫേഷ്യൽ പാനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ 535 വാട്ട്സിന്റെ പാനൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് 535നെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു ഔട്ട്പുട്ട് അവിടെ ലഭിക്കാൻ കാരണമാകും. ഇത് മറ്റ് സോളാർ പാനലുകളെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എല്ലാം മറ്റു പാനലുകളെ അപേക്ഷിച്ച് കൂടുതൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഇതിൽ കിട്ടും. ഇതിൽ റേറ്റ് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അതുപോലെ ഇവിടെ ഈ സോളാർ പാനലുകൾ 2 സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തതിന്റെ ഇൻവേർട്ടർ നമ്മൾ 10 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് ടൈ ഇൻവേർട്ടർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 10 കിലോ വാട്ടിന്റെയാണ് ഇൻവേർട്ടർ. കാരണം നമ്മൾ 7 കിലോ വാട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എന്നാലും ഭാവിയിൽ സോളാർ പാനലുകൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷന് വേണ്ടിയിട്ട് 10 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് ടൈ ഇൻവേർട്ടർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഡുവൽ MPPT ഇൻവേർട്ടർ ആണ്. അതുകൊണ്ട് തന്നെ 2 സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സോളാർ പാനലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സോളാർ പാനലിന്റെ റേറ്റിംഗ് വന്നിട്ട് 535ന്റെ മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ DCR പാനലാണെന്ന് പറഞ്ഞത്. ബൈഫേഷ്യലിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ സാധാരണ പാനൽ പോലെയല്ല. ഇതിന് മോൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്രൊഡക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ DCR എന്ന് പറയുന്നത് നമ്മൾ DCRന്റെ ഫുൾ ഫോം വരുന്നത് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് DCR. അതായത് ഇന്ത്യയിൽ തന്നെ ഇതിന്റെ സെൽസും പാനൽസും എല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരിക്കണം. അങ്ങനെയുള്ള പാനൽസിന് മാത്രമാണ് നമുക്ക് ഈ സബ്സിഡി ലഭിക്കുകയുള്ളൂ. നമുക്ക് 3 കിലോ വാട്ട് വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. നമ്മൾ 3 കിലോ വാട്ട് ആണെങ്കിലും 5 കിലോ വാട്ട് ആണെങ്കിലും ഇവിടെ 7 കിലോ വാട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. 7 കിലോ വാട്ട് ആണെങ്കിലും 3 കിലോ വാട്ട് വരെയാണ് 78,000 രൂപ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടുന്നുണ്ട്. അസംബിൾഡ് ഇൻ ഇന്ത്യ ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്നതാണ് ഈ DCR പാനലുകൾക്ക് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അതായത് നമ്മൾക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി 3 കിലോ വാട്ട് വരെ നമുക്ക് ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട്. അതിപ്പോ നമ്മൾ 3 കിലോ വാട്ടിന് മുകളിൽ എത്ര വെച്ചാലും നമുക്ക് സബ്സിഡി 3 കിലോ വാട്ട് വരെ മാത്രമാണ് സബ്സിഡി ഉള്ളത്. നമ്മളിപ്പോൾ 5 കിലോ വാട്ട് വെച്ചാലും 7 കിലോ വാട്ട് വെച്ചാലും 3 കിലോ വാട്ട് വരെ 78,000 രൂപ നമ്മൾക്ക് ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ DCR പാനലുകൾ യൂസ് ചെയ്താൽ മാത്രമാണ് ഗവൺമെന്റിൽ നിന്നുള്ള സബ്സിഡി നമ്മൾക്ക് ലഭ്യമാവുള്ളൂ. PM സൂര്യഗർ എന്ന പദ്ധതി ഗവൺമെന്റ് പദ്ധതി പ്രകാരമാണ് 3 കിലോ വാട്ട് വരെയുള്ള സബ്സിഡി നമ്മൾക്ക് ലഭ്യമാവുന്നത്. വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ചെയ്തതിന് ശേഷം
ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ക്രെഡിറ്റ് ആവുന്നതാണ്. ഇവിടെ സോളാർ പാനലുകൾ സീരീസ് ആയിട്ടാണ്, ഓരോ പാനലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രിങ് ആകുമ്പോൾ ഏകദേശം ഒരു സ്ട്രിങ്ങിൽ ഒരു 3.5 കിലോ വാട്ടോളം, അതിന്റെ പകുതിയോളമാണ് വരിക. അപ്പോൾ നമ്മൾ അതിൽ ഡി സി കേബിൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 4² mm ഡി സി കേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4² mm പോളി ക്യാബ് ഡി സി കേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ഡി സി കേബിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവേർട്ടറിൽ നിന്നും പാനലിൽ നിന്നും ഇൻവേർട്ടറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസും അതുപോലെ ഈ കിലോ വാട്ടും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഡി സി കേബിൾ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളിവിടെ 4² mm പോളിക്യാബിന്റെ ഡി സി കേബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൊത്തം സോളാർ സിസ്റ്റത്തിന് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്തതിന്റെ ക്യാപ്പ് ഇലക്ട്രിക്കലിലെ 2 മീറ്റർ ഹൈറ്റ് വരുന്ന ലൈറ്റ്നിങ് അറസ്റ്റർ ആണ് ഇത്. ഇതില് ഈ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ ഈ മൊത്തം സ്ട്രക്ചറിനെ ഇന്റർലിങ്ക് ചെയ്തിട്ട് ഈ സ്ട്രക്ചറിലേക്കാണ് ഈ ലൈറ്റ്നിങ് അറസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡൗൺ കണ്ടക്ടർ വഴി താഴെ എർത്തിലേക്ക് കണക്ട് 2 മീറ്റർ ഹൈറ്റ് വരുന്ന ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ലൈറ്റ്നിങ് അറസ്റ്റർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ഇന്റർസെപ്ഷൻ ടിപ്പ് കാണാം. അത് ഒരു ഷാർപ്പ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷാർപ്പ് പോയിന്റ് പോലെ നിങ്ങൾക്ക് ആ മുകൾ ഭാഗത്ത് കാണാവുന്നതാണ്. ഇത് നമ്മൾ സ്ട്രക്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ എല്ലാം ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഈ സ്ട്രക്ചറിൽ നിന്നും നമ്മൾ ഒരു 2 ഡൗൺ കണ്ടക്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിനിമം 2 ഡൗൺ കണ്ടക്ടറെങ്കിലും ചെയ്യണം. ഇവിടെ എല്ലാ ഓൺ ഗ്രിഡ് വർക്കിനും 2 ഡൗൺ കണ്ടക്ടറും ഡബിൾ എർത്തിങ്ങും RR പവർ സൊല്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ഡൗൺ കണ്ടക്ടർ സ്ട്രക്ചറിൽ നിന്നും മറ്റു വയറിംഗ് ഭാഗങ്ങളിൽ നിന്നെല്ലാം ഫുള്ളി ഐസൊലേറ്റ് ചെയ്ത് ഒരു ടെസ്റ്റ് ലിങ്ക് വഴി താഴെ എർത്തിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ 2 മീറ്റർ നീളം വരുന്ന വെർട്ടിക്കൽ എയർ ടെർമിനൽ ലൈറ്റ്നിങ് അറസ്റ്റർ ആണ് ഈ കാണുന്നത്. ക്യാപ്പ് ഇലക്ട്രിക്കലിന് 2 മീറ്റർ നീളം വരുന്ന VAT വെർട്ടിക്കൽ എയർ ടെർമിനലാണ് ഈ കാണുന്നത്. ഇതിന് ടോപ്പിലായിട്ട് ഈ ഒരു ഇമ്പാക്ട് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ കാണുന്നുണ്ട്. ഇതൊരു ഈ ഇമ്പാക്ട് പോയിന്റ് യൂസ് ചെയ്യുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷാർപ്പ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇമ്പാക്ട് പോയിന്റ് ഈ വെർട്ടിക്കൽ എയർ ടെർമിനലിന്റെ ഏറ്റവും മുകളിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ VAT വെർട്ടിക്കൽ എയർ ടെർമിനലിന്, ക്യാപ്പിന്റെ വെർട്ടിക്കൽ എയർ ടെർമിനലിന് ഏകദേശം 1230 രൂപ ഈ വെർട്ടിക്കൽ എയർ ടെർമിനലിന് തന്നെ, ക്യാപ്പിന്റെ പ്രൊഡക്റ്റായ ഈ വെർട്ടിക്കൽ എയർ ടെർമിനലിന് തന്നെ ആവുന്നുണ്ട്. അലുമിനിയം അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് മൂലമാണ് ഇവിടെ അലുമിനിയം അലോയ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ കാണുന്ന ക്യാപ്പിന്റെ ലൈറ്റ്നിങ് അറസ്റ്റർ, അതായത് വെർട്ടിക്കൽ എയർ ടെർമിനലും സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന വാൾ ക്ലാമ്പാണ് ഈ കാണുന്നത്. സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ക്ലാമ്പിന് ആക്ച്വലി വെർട്ടിക്കൽ എയർ ടെർമിനേക്കാളും റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 1300 രൂപ ഈ ക്ലാമ്പിന് തന്നെ വില വരുന്നുണ്ട്. വെർട്ടിക്കൽ എയർ ടെർമിനലായിട്ട് സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലാമ്പാണ്. ഇതിന് ഏകദേശം 1300 രൂപ റേറ്റ് വരുന്നുണ്ട്. 8 mm ഡയമീറ്റർ ഉള്ള ബെയർ അലുമിനിയം കണ്ടക്ടറാണ് താഴെ ടെസ്റ്റ് ലിങ്ക് വരെ കൊടുത്തിരിക്കുന്നത്. ഈ ബെയർ അലുമിനിയം കണ്ടക്ടർ പാരപ്പറ്റ് വഴി ഒരു PCH എന്ന് പറയും, പാരപ്പറ്റ് കണ്ടക്ടർ ഹോൾഡ്, ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം, പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ PCH എന്ന് പറഞ്ഞ പാരപ്പറ്റ് കണ്ടക്ടർ ഹോൾഡർ സപ്പോർട്ട് വഴി, പാരപ്പറ്റ് വഴി ഭിത്തിയിലൂടെ താഴെ ടെസ്റ്റ് ലിങ്ക് വരെ ഈ ബെയർ അലുമിനിയം കണ്ടക്ടർ കൊണ്ടുപോകുന്നുണ്ട്. മുകളിൽ നിന്നും വരുന്ന ഡൗൺ കണ്ടക്ടർ ബെയർ കണ്ടക്ടർ ആയിരിക്കണമെന്ന് നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. 200 കിലോ ആംസിന് മുകളിൽ വരുന്ന ലൈറ്റ്നിങ് കറണ്ടിൽ യാതൊരു കാരണവശാലും നമ്മൾ ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യരുത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ്നിങ് വരുന്ന കറണ്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 200 കിലോ ആംസിന് മുകളിലായിരിക്കും ലൈറ്റ്നിങ് കറണ്ട് ഉണ്ടാവുക. അതിൽ നമ്മൾ ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഓവർ കറണ്ട് സംഭവിക്കുകയും അത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 ഡൗൺ കണ്ടക്ടർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്ട്രക്ചറിൽ നിന്നും 2 ഡൗൺ കണ്ടക്ടർ താഴത്തേക്ക് പോകുന്നുണ്ട്. ഡൗൺ കണ്ടക്ടർ ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ സ്ട്രക്ചറിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന ഡൗൺ കണ്ടക്ടർ ആണ് ഇത്. 8 mm ഡയമീറ്റർ ഉള്ള അലുമിനിയത്തിന്റെ ഡൗൺ കണ്ടക്ടർ ആണ് ഈ കാണുന്നത്. ഇത് ഏകദേശം താഴെ നിന്നും 2 മീറ്റർ ഹൈറ്റിൽ ഒരു ടെസ്റ്റ് ലിങ്ക് വഴി 10 mm ഡയമീറ്റർ ഉള്ള കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറുമായിട്ട് ടെസ്റ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ടെസ്റ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ബൈമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ SS-ന്റെ കണക്ടർ വെച്ചിട്ട് ഈ മുകളിൽ നിന്നും വരുന്ന ഡൗൺ കണ്ടക്ടറും അലുമിനിയത്തിന്റെ 8 mm ഡയമീറ്റർ ഉള്ള ഡൗൺ കണ്ടക്ടറും 10 mm ഡയമീറ്റർ ഉള്ള കോപ്പറിന്റെ കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ എർത്ത് ചാമ്പറുമായിട്ട് കണക്ട് ചെയ്യും.
ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ടെസ്റ്റ് ലിങ്ക് വഴി ഇതിങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 8 mm ഡയമീറ്റർ വരുന്ന അലുമിനിയത്തിന്റെ അലുമിനിയം കണ്ടക്ടറാണ്. അലുമിനിയം ബെയർ കണ്ടക്ടറാണ് 8 mm ഡയമീറ്റർ വരുന്നത്. ഈ 8 mm ഡയമീറ്റർ വരുന്ന അലുമിനിയം ബെയർ കണ്ടക്ടർ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ SSCന്റെ ടെസ്റ്റ് ലിങ്ക് വഴി 10 mm ഡയമീറ്റർ വരുന്ന കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറുമായിട്ട് ഈ രീതിക്ക് കണക്ട് ചെയ്തിട്ടാണ് താഴെ എർത്ത് ടെർമിനലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഏകദേശം ഈ ഒരു അലുമിനിയത്തിന്റെ ബെയർ കണ്ടക്ടറിന് മീറ്ററിന് തന്നെ 165 രൂപ മീറ്ററിന് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ഈ ടെസ്റ്റ് ലിങ്കിന് ഏകദേശം 515 രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ടെസ്റ്റ് ലിങ്കിന് മാത്രം തന്നെ. ഇതിന്റെ ഈ ഒരു ബൈമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് SSCന്റെ കണക്ടർ യൂസ് ചെയ്തിട്ട് ഈ കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ കോപ്പർ ബോണ്ടഡ് കണ്ടക്ടർ 10 mm ഡയമീറ്റർ വരുന്നതാണ്. ഈ കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറിന് ഏകദേശം 480 രൂപ വരുന്നുണ്ട് മീറ്ററിന്. കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറിന് ഏകദേശം ഈ ഒരു കണ്ടക്ടറിന് മീറ്ററിന് ഏകദേശം 480 രൂപ ഇതിന് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ ഈ സിസ്റ്റത്തിൽ മൊത്തം 4 എർത്തിങ് ആണ് ചെയ്തിരിക്കുന്നത്. ACDB DCDB കമ്പൈൻ ചെയ്ത് 2 എർത്തിങ്ങും ലൈറ്റ്നിങ് അറസ്റ്ററിന് 2 എർത്തിങ്ങും, അങ്ങനെ മൊത്തം 4 എർത്തിങ് ആണ് വരുന്നത്. 1.5 മീറ്റർ നീളം വരുന്ന ലോകോത്തര ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ കോപ്പർ ബോണ്ടഡ് റോഡാണ് ഇവിടെ എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്കി വർക്കുകളെല്ലാം പ്രോഗ്രസിങ്ങിലാണ്. എർത്ത് ചാമ്പർ നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഒരു സേഫ്റ്റിക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. വർക്കെല്ലാം കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ എർത്ത് ചാമ്പർ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ശരിയായിട്ടൊരു ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്ന 7 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഏകദേശം 4 എർത്തിങ് വരുന്നുണ്ട്. 1.5 മീറ്റർ താഴ്ചയിൽ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ കോപ്പർ ബോണ്ടഡ് റോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ എർത്ത് പിറ്റും കൊടുത്തിരിക്കുന്നത്. ഒരു എർത്ത് പിറ്റിൽ നിന്ന് വേറൊരു എർത്ത് പിറ്റിലേക്ക് ഏകദേശം 3 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ 1.5 മീറ്റർ നീളം വരുന്ന കോപ്പർ ബോണ്ടഡ് റോഡാണ് ഈ കാണുന്നത്. 1.5 മീറ്റർ നീളം വരുന്ന ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ കോപ്പർ ബോണ്ടഡ് റോഡാണ് നമ്മളിവിടെ എർത്തിങ്ങിന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്. ഈ കോപ്പർ ബോണ്ടഡ് റോഡിന് ഏകദേശം 1230 രൂപ ഈ കോപ്പർ ബോണ്ടഡ് റോഡിന് തന്നെ വില വരുന്നുണ്ട്. ഈ കോപ്പർ ബോണ്ടഡ് റോഡിന് ഈ CPES 10 എന്ന് പറഞ്ഞ ഈ കണക്ടർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ CPES 10ന് ഈ ഒരു പ്രൊഡക്ട്സിന് തന്നെ ഏകദേശം 350 രൂപ ഈ ഒരു കണക്ടറിന് ഇത് വരുന്നുണ്ട്. നമ്മൾ ഈ ടെസ്റ്റ് ലിങ്ക് വഴി എർത്തുമായി കണക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. ടെസ്റ്റ് ലിങ്കിൽ നിന്നും വരുന്ന ഈ ഡൗൺ കണ്ടക്ടർ, കോപ്പറിന്റെ ഡൗൺ കണ്ടക്ടറും 10 mm ഡയമീറ്റർ വരുന്ന കോപ്പറിന്റെ ഡൗൺ കണ്ടക്ടറും ഈ എർത്ത് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ CPES 10 എന്ന് പറഞ്ഞ കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ എർത്ത് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത്. മുകളിൽ സോളാർ പാനലിൽ നിന്നും 4² mm പോളിക്യാബിന്റെ DC കേബിൾ വഴി താഴേക്ക് 10 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് ഗ്രിഡ് ഇൻവേർട്ടറിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. UTLന്റെ 10 കിലോവാട്ടിന്റെ ഇൻവേർട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ പാനലുകൾ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷന് വേണ്ടിയാണ് 7 കിലോവാട്ട് സിസ്റ്റത്തിൽ 10 കിലോവാട്ടിന്റെ ഇൻവേർട്ടർ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് കൂടെ തന്നെ ACDBയും DCDBയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ACDB DCDB കമ്പൈൻ ചെയ്തിട്ട് 2 എർത്തും അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ 2 എർത്തും, അങ്ങനെ 4 എർത്തിങ് ആണ് ഈ 7 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 ഡൗൺ കണ്ടക്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എർത്ത് ബെഞ്ച് കാണാം. എർത്തുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ എർത്ത് ബെഞ്ചാണ്. ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ എർത്ത് ബെഞ്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. EBRL എന്നാണ് ഇതിന്റെ പേര്. EQ പൊട്ടൻഷ്യൽ ബോണ്ടിങ് റെയിൽ ലൈറ്റ് ഡ്യൂട്ടി. ഏകദേശം ഈ എർത്ത് ബെഞ്ചിന് തന്നെ 1170 രൂപ ഈ എർത്ത് ബെഞ്ചിന് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ചെയ്ത ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും എർത്തിങ്ങും ഇന്റർനാഷണൽ ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം പ്രീമിയം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ വിലയിൽ ഏകദേശം ഒരു 20% മറ്റു വെൻഡേഴ്സ് ചെയ്യുന്നതിൽ നിന്നും ഡിഫറൻസ് ഉണ്ടായിട്ടും RR പവർ സൊല്യൂഷൻസിന് ഗവൺമെന്റ് സബ്സിഡി കഴിഞ്ഞുള്ള സെയിം റേറ്റിന് തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനു കാരണം കമ്പനിയിൽ നിന്നും നേരിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്ത് പാലക്കാട് തന്നെ വലിയൊരു ഗോഡൌൺ സൗകര്യമെല്ലാം RR പവർ സൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. ഇത്തരം പ്രീമിയം പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഏകദേശം 20% വിലയിൽ ഡിഫറൻസ് വന്നിട്ടും ഗവൺമെന്റ് നിശ്ചയിച്ച സബ്സിഡി കഴിഞ്ഞുള്ള തുകയ്ക്ക് തന്നെ RR പവർ സൊല്യൂഷന് വർക്കുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.
ഇത് പവർ സൊല്യൂഷന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റു വെണ്ടേഴ്സ് എല്ലാം മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ എയർ ടെർമിനൽ ആണെങ്കിലും ലൈറ്റിംഗ് പ്രൊട്ടക്ഷന്റെ എയർ ടെർമിനൽ ആണെങ്കിലും മാർക്കറ്റിൽ ലഭിക്കുന്ന സുലഭമായി ലഭിക്കുന്ന ഒരു സുരക്ഷയെല്ലാം ഉറപ്പ് നൽകാത്ത പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഭാഗത്താണ് പവർ സൊല്യൂഷൻ ഇത്രയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ക്യാപ് ഇലക്ട്രിക്കൽ ഇന്റർനാഷണൽ ബ്രാൻഡായ ക്യാപ് ഇലക്ട്രിക്കലിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നത്. ഇത് ഈ കാണുന്നത് ഈ വർക്ക് ചെയ്ത സൈറ്റിന്റെ തൊട്ടടുത്തുള്ള വീട്ടില് ഇതുപോലെ സോളാറില് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ എയർ ടെർമിനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തികച്ചും തെറ്റായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ എയർ ടെർമിനലിന്റെ ഒരു ദൃശ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അത് വെർട്ടിക്കൽ എയർ ടെർമിനലിൽ നിന്നും ഡൗൺ കണ്ടക്ടർ പോയിരിക്കുന്ന ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. തികച്ചും തെറ്റായ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇൻസുലേറ്റഡ് വയേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ ഏകദേശം ലൈറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 200 കിലോ ആംപിയറിന് മുകളിലാണ് ലൈറ്റിംഗ് കറണ്ട് വരുന്നത്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭാഗത്ത് ഇതുപോലുള്ള ഇൻസുലേറ്റഡ് വയേഴ്സ് എല്ലാം കൊടുത്ത് സുരക്ഷിതത്വം ഉറപ്പ് നൽകാത്ത ലൈറ്റിനിങ് വെർട്ടിക്കൽ എയർ ടെർമിനലെല്ലാം കൊടുക്കുന്ന സമയത്ത് ഓവർ കറണ്ട് ഉണ്ടായി നമ്മൾ ചെയ്തിരിക്കുന്ന മൊത്തം സിസ്റ്റവും നമ്മൾ ഈ ഡൗൺ കണ്ടക്ടർ എല്ലാം കൊടുക്കുന്നത് മറ്റു സിസ്റ്റങ്ങളിൽ മറ്റു വയറിങ്ങുകളിൽ നിന്നെല്ലാം ഫുള്ളി ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. നിയമത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൊടുക്കാതെ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ലൈറ്റിനിങ് ഇതിൽ ഡയറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം സിസ്റ്റത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ നിയമം അനുശാസിക്കുന്ന കൃത്യമായ രീതിയിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 25 വർഷത്തിന് മുകളിൽ നിലനിൽക്കേണ്ട ഈ സിസ്റ്റം വലിയൊരു അപകടങ്ങൾക്ക് തന്നെ ഇത് കാരണമാവാൻ സാധ്യതയുണ്ട്. ഒരു കൺസ്യൂമറിന് 7 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സോളാർ ചെയ്യുന്നതിന് ഏകദേശം 3,42,000 രൂപയാണ് സബ്സിഡി കഴിഞ്ഞ് ചെലവ് വരുന്നത്. സബ്സിഡി കഴിഞ്ഞുള്ള തുകയാണിത്. ഏകദേശം 3,42,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ സൊല്യൂഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആൻഡ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ആണ്. 30 വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. PWD രജിസ്റ്റേർഡ് A ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അതുപോലെ തന്നെ ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടർ അസോസിയേഷൻ്റെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഈ വീഡിയോയിൽ പവർ സൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ടീമിലെ ശ്രീ ജാഫർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, വളരെ വിശദീകരിച്ച് തന്നെ സോളാർ ഇൻസ്റ്റലേഷൻ്റെ ഭാഗമായിട്ടും പാനലിനെ കുറിച്ചും എർത്തിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈറ്റിംഗ് അറസ്റ്റിനെ കുറിച്ചൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ, ഒരു 6ഓളം പോയിന്റ്സുകൾ ഞാൻ പബ്ലിക്സിലേക്കും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വെണ്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശദീകരിച്ച് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സോളാർ ചെയ്യുന്നു. ഇന്നിപ്പോൾ നിരവധി ആളുകൾ സോളാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് അല്ലാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഈ സോളാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോൾ വളരെ ഇലക്ട്രിക്കൽ സൈഡിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഈ മേഖലയിലെ പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ ലൈറ്റിംഗ് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ലൈറ്റിംഗ് അറസ്റ്റാണ്. ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ ഇവിടെ ജാഫർ പറഞ്ഞുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായി വെച്ചിട്ടില്ലെങ്കിൽ അതിൽ ഗുണത്തിൽ കൂടുതൽ ദോഷമുണ്ടാകും. കാരണം ഈ ലൈറ്റിംഗ് അറസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് അറസ്റ്റ് ലൈറ്റിങ്ങിനെ അട്രാക്ട് ചെയ്യും. ഈ ലൈറ്റിങ്ങിനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന കറണ്ടിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കറണ്ടിൻ്റെ ആംപിയർ എന്ന് പറഞ്ഞാൽ വളരെ
നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കറണ്ടാണ് വരുന്നത്. അത്രയും ഹൈ കറണ്ട് വരുന്ന സമയത്ത് അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലൈറ്റിംഗ് അറസ്റ്ററിനും ആ ലൈറ്റിംഗ് അറസ്റ്ററിലൂടെ അത് ഭൂമിയിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ അതിന് പോകാൻ ഉപയോഗിച്ചിട്ടുള്ള കണ്ടക്ടറൊക്കെ തന്നെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അത് എവിടെയെങ്കിലുമൊക്കെ വീക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ ലോ പിന്നെ കണ്ടക്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ആ ഇത്രയും കപ്പാസിറ്റി കറണ്ട് പാസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതവിടെ ബ്ലാസ്റ്റായി അപകടം സംഭവിക്കും. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ലൈറ്റിംഗ് അറസ്റ്ററും അതിനോട് അനുബന്ധിച്ച് ഇറക്കുന്ന ഡൗൺ കണ്ടക്ടറും അത് കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ജോയിൻറ്റും ആ ടെസ്റ്റ് ജോയിൻറ്റിന് ശേഷം ഹൈ കറണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നമ്മൾ വളരെ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. 10 mm കണ്ടക്ടറാണ്. മറ്റേത് 8 mm അലുമിനിയം കണ്ടക്ടർ ഉപയോഗിക്കുമ്പോൾ താഴെ നമ്മൾ കോപ്പർ ബോണ്ടഡിൻ്റെ 10 mm ഹെവി കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. 10 mm എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഈ ചെറു വിരലിൻ്റെ വണ്ണം വരും. അപ്പോൾ അത്രയും വണ്ണമുള്ള കണ്ടക്ടറാണ് ഉപയോഗിക്കേണ്ടത്. സ്വാഭാവികമായും മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് രജിസ്റ്റേർഡ് വെണ്ടർമാരും അല്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ ചടങ്ങായിക്കൊണ്ട് ഈ സാധാരണ ഈ മസാല ദോശ അല്ലെങ്കിൽ ദോശകളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വട വരും സൗജന്യമായിട്ട്. അതേപോലുള്ള ഒരു ലാഘവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് വളരെ ഇത് ഇൻസ്റ്റാളർമാരും അതുപോലെ തന്നെ ഉപഭോക്താക്കളും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയി തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ തന്നെ ജാഫർ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ നിരവധി വെണ്ടർമാർ RR പവർ സൊല്യൂഷൻ സോളാർ ഇൻസ്റ്റലേഷൻ മാത്രമല്ല, സോളാർ രജിസ്റ്റേർഡ് വെണ്ടർ ആണെങ്കിൽ കൂടി അതല്ലാതെ നിരവധി വെണ്ടർമാർക്ക് നമ്മൾ എർത്തിങ് ലൈറ്റിംഗ് അറസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ എർത്തിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അതായത് 50 ഇപ്പോൾ സോളാർ പുതിയ നിയമപ്രകാരം 50 kW മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ അപ്രൂവൽ ആവശ്യമുള്ളൂ. അതിന് താഴെയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ അപ്രൂവൽ ആവശ്യമില്ല. പിന്നെ അവിടെ ജനറേറ്ററോ അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഓൾറെഡി ഇൻസ്റ്റലേഷനുള്ള സ്ഥലത്താണെങ്കിൽ അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു നിലവിലെ നിയമം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നിരവധി വെണ്ടർമാർ രജിസ്റ്റേർഡ് വെണ്ടർമാർ സ്റ്റാൻഡേർഡായി ചെയ്യാനും എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡായി ചെയ്തുകൊണ്ടിരിക്കുന്ന വെണ്ടേഴ്സ് നമ്മളെ കൊണ്ട് ഈ പറയുന്ന ലൈറ്റിംഗ് അറസ്റ്ററും അതിൻ്റെ എർത്തിങ് ഒക്കെ തന്നെ RR പവർ സൊല്യൂഷനിലൂടെ നിരവധി ആളുകൾ ചെയ്തു വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത്രയും വീഡിയോകൾ ചെയ്ത് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ട ശേഷം നിരവധി ആളുകൾ RR പവർ സൊല്യൂഷനിൽ നിന്നും ക്യാപ് ഇലക്ട്രിക്കലിൻ്റെ പ്രോഡക്റ്റ് കോമ്പോണൻറ്റ് വാങ്ങിച്ചുകൊണ്ട് RR ഇലക്ട്രിക്കലെ പവർ സൊല്യൂഷൻ്റെ എൻജിനീയേഴ്സിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി അത്തരം സ്റ്റാൻഡേർഡായി ചെയ്യുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം RR പവർ സൊല്യൂഷൻസോളം നമ്മൾ വളരെ സ്റ്റാൻഡേർഡായി നേരത്തെ ഇവിടെ ജാഫർ സൂചിപ്പിച്ച പോലെ മറ്റു വെണ്ടർമാർ ചെയ്യുന്നതിലും വെച്ച് ഒരു 20,000 രൂപ ഈ ക്യാപ് ഇലക്ട്രിക്കലിൻ്റെ സ്റ്റാൻഡേർഡ് 2 ഡൗൺ കണ്ടക്ടർ സെപ്പറേറ്റ് ഡൗൺ കണ്ടക്ടർ 2 എണ്ണം നമ്മൾ ബോൾഡ് സ്ട്രക്ചറിന് താഴേക്ക് ഇറക്കുന്നതുകൊണ്ടും അതിന് സെപ്പറേറ്റ് ടെസ്റ്റ് ജോയിൻറ്റും അതിൻ്റെ ബോക്സും അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പെൻസ് കൂടുന്നുണ്ട്. എങ്കിലും ആ എക്സ്പെൻസ് നമ്മൾ കൺസ്യൂമേഴ്സിനെ കൊണ്ട് അഡീഷണലായി വാങ്ങുന്നില്ല. അതായത് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അതേ തുകയ്ക്ക് തന്നെ നമ്മൾ വാങ്ങിക്കുന്നു. ഈ വീഡിയോ നിലവിലുള്ള വെണ്ടർമാർക്കും പബ്ലിക്കിനും പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്.
തീർച്ചയായിട്ടും ഇതിൽ പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി RR പവർ സൊല്യൂഷൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച മുഴുവൻ ആളുകളിലേക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ഒരിക്കൽ കൂടി മുഹമ്മദ് റഫീഖ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആൻഡ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്, RR പവർ സൊല്യൂഷൻ, AMR കോംപ്ലക്സ്, മെട്രോപോളിറ്റൻ സ്ട്രീറ്റ്, പാലക്കാട്. ഓക്കെ, താങ്ക് യു.